ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. മുഖ്യമന്ത്രിക്ക് മേൽ സോളാർ ബോംബ്. മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ വെച്ച് പീഡിപ്പിച്ചുവെന്ന് സരിത കസ്റ്റഡിയിൽ വെച്ച് എഴുതിയ കത്ത് പുറത്ത്. കത്ത് താൻ എഴുതിയത് തന്നെയെന്ന് സരിത. മുഖ്യമന്ത്രിയുടെ ഭൂമി ഇടപാടുകളിൽ ഇടനിലക്കാരിയായി. ആരോപണങ്ങൾ തള്ളി ഉമ്മൻചാണ്ടി. കോൺഗ്രസിലെ സീറ്റ് തർക്കത്തിൽ ഉമ്മൻചാണ്ടിക്ക് സമ്പൂർണ്ണ വിജയം. സുധീരൻ മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ട 5 പേരുകളും മത്സരിക്കും. വിജയിച്ചത് താനും മത്സരിക്കില്ല എന്ന ഉമ്മൻചാണ്ടിയുടെ സമ്മർദ്ദം. മുഖ്യമന്ത്രി മാറി നിന്നാൽ പാർട്ടി പിളരുമെന്ന ഹൈക്കമാൻഡിന് പേടി. സ്ഥാനാർത്ഥി പട്ടിക നാളെ. പത്താൻകോട്ട് ഭീകരാക്രമണത്തിൽ ഇന്ത്യക്ക് തെളിവ് നൽകാൻ കഴിഞ്ഞില്ലെന്ന് പാക് അന്വേഷണ സംഘം. പാക് ഭീകരരുടെ പങ്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഭീകരാക്രമണം അന്വേഷിക്കുന്ന NIA ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. വെടിയുതിർത്തത് ബൈക്കിലെത്തിയ 2 അംഗ സംഘം. ദ്വിദിന സന്ദർശനത്തിന് പ്രധാനമന്ത്രി സൗദിയിൽ. സൽമാൻ രാജാവുമായി കൂടിക്കാഴ്ച. ഭീകരവാദവും വ്യാപാര കരാറും ചർച്ച. വ്യവസായ പ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തി. 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ വിൻഡീസിനെതിരെ ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യുന്നു. ഇംഗ്ലണ്ടിന് ഭേദപ്പെട്ട തുടക്കം. വനിതാ വിഭാഗത്തിൽ കിരീടം വിൻഡീസിന്. തർക്ക സീറ്റുകളിൽ ഉമ്മൻചാണ്ടിക്ക് മുൻപിൽ ഹൈക്കമാൻഡ് മുട്ടുമടക്കി. ആരോപണ വിധേയരായവരടക്കം 5 പേരും മത്സരിക്കും. ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശങ്ങൾ തള്ളിയാൽ പാർട്ടിയിൽ പൊട്ടിത്തെറിയുണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുമെന്നുമുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ആരോടും വ്യക്തിവിരോധമില്ലെന്ന് വ്യക്തമാക്കിയ VM സുധീരൻ വിഷയം പ്രശ്നാധിഷ്ഠിതമാണെന്നും അഭിപ്രായങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നതാണെന്നും വ്യക്തമാക്കി. അഴിമതി ആരോപണ വിധേയരായവർക്കും കൂടുതൽ തവണ മത്സരിച്ചവർക്കും സീറ്റ് നൽകണമോ എന്നായിരുന്നു ഹൈക്കമാൻഡിന് മുന്നിലെ തർക്ക വിഷയം. ഈ 2 ചോദ്യവും ഉന്നയിച്ചത് VM സുധീരനായിരുന്നു. എന്നാൽ മത്സരിക്കാമെന്ന് ഹൈക്കമാൻഡ് സമ്മതം മൂളിയതോടെ അടൂർ പ്രകാശ്, K ബാബു തുടങ്ങിയവർ വീണ്ടും സ്ഥാനാർത്ഥികൾ. 7 ദിവസം നീണ്ടുനിന്ന ദില്ലി ചർച്ചകളിൽ 5 പേർക്കും വേണ്ടി വാദിച്ച ഉമ്മൻചാണ്ടിക്ക് വിജയം. സ്ക്രീനിംഗ് കമ്മിറ്റിയിലും തെരഞ്ഞെടുപ്പ് സമിതിയിലും പിന്നീട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചകളിലും വിശ്വസ്തർക്കായി ഉമ്മൻചാണ്ടി കൈക്കൊണ്ട വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഹൈക്കമാൻഡിനെ കുഴക്കിയതും പിന്നീട് ഉമ്മൻചാണ്ടിയുടെ നിലപാട് അംഗീകരിക്കാൻ പ്രേരിപ്പിച്ചതും. ആരോപണ വിധേയരായവരെ മാറ്റി നിർത്തിയാൽ താനും മത്സരിക്കാനില്ലെന്ന ഉമ്മൻചാണ്ടിയുടെ സമ്മർദ്ദതന്ത്രമാണ് ബലം കണ്ടത്. തർക്കം തീർക്കാൻ ഇന്നലെ ചേർന്ന യോഗത്തിൽ KC ജോസഫിന് മാറ്റി സജീവ് ജോസഫിന്റെ പേര് രാഹുൽ ഗാന്ധി ഇരിക്കൂർ സീറ്റിൽ നിർദ്ദേശിച്ചെങ്കിലും 35 വർഷം മത്സരിച്ച KC അല്ല, 40 വർഷം മത്സരിച്ച താനാണ് ആദ്യം മാറി നിൽക്കേണ്ട നിലപാട് ഉമ്മൻചാണ്ടി സ്വീകരിച്ചിരുന്നു. ആരോപണ വിധേയരായവർ മാറി നിൽക്കണമെന്ന സുധീരന്റെ നിലപാടിനായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പിന്തുണയെങ്കിലും ഉമ്മൻചാണ്ടിയെ പിണക്കി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് പാർട്ടിയെ ശിഥിലമാക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കമാൻഡ് ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തീരുമാനിച്ചത്. ഇതിനിടെ MP മാരടക്കം കേരളത്തിലുള്ള നേതാക്കൾ ഉമ്മൻചാണ്ടിയുടെ നിലപാടിനെ പിന്തുണച്ച് രംഗത്തെത്തിയതും ഹൈക്കമാൻഡ് തീരുമാനത്തിൽ പ്രതിഫലിച്ചു. ഉമ്മൻചാണ്ടി രാവിലെ നാട്ടിലേക്ക് മടങ്ങിയെങ്കിലും ഹൈക്കമാൻഡ് നേതാക്കൾക്കിടയിൽ നടന്ന ചർച്ചയിലാണ് സുധീരന്റെ നിലപാട് ഏകപക്ഷീയമായി തള്ളി തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡ് ധാരണയിലെത്തിയത്. ആരോടും വ്യക്തിവിരോധമില്ലെന്ന് വ്യക്തമാക്കിയ VM സുധീരൻ വിഷയം പ്രശ്നാധിഷ്ഠിതമാണെന്ന് പ്രതികരിച്ചു. തന്റെ അഭിപ്രായങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നും VM സുധീരൻ വ്യക്തമാക്കി. സ്ഥാനാർത്ഥി പട്ടിക ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ ചിലപ്പോൾ ചിലർക്കെങ്കിലും വിയോജിപ്പുണ്ടാകാം. ആ വിയോജിപ്പുണ്ടെങ്കിൽ പോലും അതെല്ലാം വിസ്മരിച്ച് ഒറ്റക്കെട്ടായി ഒരുമിച്ച് പോയി തെരഞ്ഞെടുപ്പിൽ UDFനെ വമ്പിച്ച വിജയത്തിലേക്ക് എത്തിക്കുക, അതുവഴി ഭരണ തുടർച്ച ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനില്ലെന്നാണ് VM സുധീരന്റെ നിലപാട്. മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയ രമേശ് ചെന്നിത്തലയുടെ ഇടപെടലുകളും തർക്കം പരിഹരിക്കുന്നതിൽ നിർണായകമായി. കൂടെയുള്ളവരെ കൈവിടില്ലെന്ന ഉമ്മൻചാണ്ടിയുടെ നിർബന്ധ ബുദ്ധിക്ക് മുന്നിൽ ഹൈക്കമാൻഡ് മുട്ടുമടക്കിയിരിക്കുകയാണ്. എന്നാൽ ഹൈക്കമാൻഡ് ദുർബലമാണെന്നാണ് ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ മുട്ടുകുത്തിയതോടെ വ്യക്തമാകുന്നത്. ക്യാമറമാനായ ഷിജു പട്ടുവത്തിനും ജഗദീഷ് വിഷ്ണുവൊപ്പം ER രാഗേഷ്, റിപ്പോർട്ടർ, ദില്ലി. ഹൈക്കമാൻഡ് ആർക്കെങ്കിലും വഴങ്ങിയെന്ന് പറയുന്ന പദപ്രയോഗം ശരിയല്ലെന്ന് ഉമ്മൻചാണ്ടി. ഉചിതമായ തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളും. തന്നെ അഴിമതിക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. സുധീരൻ നല്ല KPCC പ്രസിഡന്റാണെന്നും ഉമ്മൻചാണ്ടി കോട്ടയത്ത് പറഞ്ഞു. ഹൈക്കമാൻഡ് ആർക്കും വഴങ്ങുകയല്ല. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട ശേഷം അവര് യുക്തമായ തീരുമാനങ്ങൾ എടുക്കുകയാണ് ചെയ്യുക. അതിനകത്ത് ആരുടെയെങ്കിലും വഴങ്ങുന്നു എന്ന് പറയുന്ന പദപ്രയോഗം തന്നെ ശരിയല്ല. അതാ അല്ല, അത് ഇതുവരെ അവർ അനൗൺസ് ചെയ്തിട്ടില്ല. അല്ല, അതെല്ലാം ഹൈക്കമാൻഡാണ് പറയേണ്ടത്, ഞാനല്ല പറയുന്നത്.
അതേസമയം മുഖ്യമന്ത്രിയുടെ ഈ വിജയസ്മിതത്തെ അപ്രസക്തമാക്കുന്ന, അതിനെ മായ്ച്ചു കളയുന്ന മറ്റൊരു ഭൂകമ്പം പൊട്ടിപ്പുറപ്പെട്ടു. സരിത എസ് നായർ കസ്റ്റഡിയിലിരുന്നപ്പോൾ എഴുതിയ കത്ത് പുറത്തു വന്നു. മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് കത്തിൽ ആരോപിക്കുന്നത്. 2013 ജൂലൈ 19 സരിത ഈ കത്തെഴുതിയത്. ഒരു ടെലിവിഷൻ ചാനലാണ് കത്ത് പുറത്തുവിട്ടത്. 25 പേജുള്ള കത്തിന്റെ 3-ാം പേജിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ കടുത്ത ആരോപണങ്ങൾ ഉള്ളത്. ക്ലിഫ് ഹൗസിൽ വെച്ചാണ് മുഖ്യമന്ത്രി തന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തത്. പിതൃതുല്യനായ ഉമ്മൻചാണ്ടിയിൽ നിന്നും തനിക്കുണ്ടായ പല അനുഭവങ്ങളും തുറന്നു പറയാൻ പോലും പറ്റാത്തതാണ്. മുഖ്യമന്ത്രിക്ക് കാലുവേദന ഉള്ളപ്പോൾ കാല് തിരുമു വരെ ചെയ്തതായും സരിത കത്തിൽ പറയുന്നു. കോൺഗ്രസിലെ ഒരു മുൻ കേന്ദ്രമന്ത്രിയും തന്നെ ബലാത്സംഗം ചെയ്തതായി സരിത ചൂണ്ടിക്കാട്ടുന്നു. ആദ്യം കടന്നുപിടിച്ച കേന്ദ്രമന്ത്രിയുടെ മുഖത്തടിച്ചപ്പോൾ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുകയായിരുന്നു. പിന്നീട് ദില്ലിയിലേക്ക് വിളിച്ചു വരുത്തി പലവട്ടം പീഡിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പിയെയും കേന്ദ്രമന്ത്രിമാർക്ക് തന്നെ കാഴ്ചവെക്കാൻ ശ്രമിച്ചിരുന്നു. 2013 ജൂലൈ 19 എറണാകുളം ACJM-ന് കൈമാറാനാണ് കത്തെഴുതിയത്. അപമാനഭാരം ഭയന്നാണ് സോളാർ കമ്മീഷന് കത്ത് കൈമാറാതിരുന്നത്. സോളാർ കേസിൽ നിന്ന് മുഖ്യമന്ത്രി തന്നെ രക്ഷിക്കുമെന്ന പ്രതീക്ഷയും സരിത കത്തിന്റെ പലയിടങ്ങളിലും പങ്കുവയ്ക്കുന്നു. മുഖ്യമന്ത്രിയുമായി സരിതയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടെന്ന് നേരത്തെ കേസിലെ കൂട്ടുപ്രതിയായ ബിജു രാധാകൃഷ്ണനും വെളിപ്പെടുത്തിയിരുന്നു. റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയത്തിൽ ശ്രീമതി ബിന്ദു കൃഷ്ണ, കോൺഗ്രസ് നേതാവ്, ശ്രീ A. സജീവൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, സുപ്രഭാതത്തിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ, ശ്രീ CR നീലകണ്ഠൻ, ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റും രാഷ്ട്രീയ നിരീക്ഷകനും, ശ്രീ MP രാജേഷ് MP-യും CPIM നേതാവും, ഒപ്പം ശ്രീ PS സലിം, കോൺഗ്രസിൻ്റെ KPCCയുടെ സെക്രട്ടറി കൂടി ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ശ്രീമതി ബിന്ദു കൃഷ്ണ, വലിയ വിജയം നേടി ഡൽഹിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തിയെടുത്ത് ഉമ്മൻചാണ്ടി കേരളത്തിൽ തിരികെ എത്തിയപ്പോഴാണ് ഇതാ ഇങ്ങനെ ഒരു വിവാദം കൂടി ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിന് ആത്മവിശ്വാസത്തോടുകൂടി തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സാഹചര്യം ഇല്ലാതാവുകയാണോ? ഇന്ന് വൈകുന്നേരം പുറത്തു വന്ന ഒരു തെരഞ്ഞെടുപ്പ് ബോംബ് കൊണ്ടൊന്നും കേരളത്തിലെ UDFന്റെ സാധ്യതകളെ ഒരു കാരണവശാലും ബാധിക്കുകയില്ല എന്ന് തന്നെയാണ് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ കരുതുന്നത്. 2013 ജൂൺ മാസം മുതൽ ഈ വിഷയത്തെക്കുറിച്ച് നിരവധി തവണ, എത്രയോ ദിവസങ്ങൾ, മാധ്യമങ്ങൾ മാത്രമല്ല, ജനങ്ങൾ മാത്രമല്ല, നിയമസഭാ സമ്മേളനങ്ങൾ അടക്കം ഈ വിഷയത്തെക്കുറിച്ച് കൂലങ്കഷമായി ചർച്ച ചെയ്യുകയും നിയമപ്രകാരം സ്ഥാപിതമായ കമ്മീഷന്റെ നിയമപരമായ വ്യവസ്ഥാപിത നടപടികളിലൂടെ ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത ഒരു കാര്യം ഇപ്പോൾ പുറത്തു പറയുന്നത്, ഇങ്ങനെ ഒരു കത്തിന്റെ രൂപത്തിൽ വരുന്നത് തീർച്ചയായും ഒരു ഗൂഢാലോചനയുടെ ഫലമാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ. അല്ല, ഇതിൽ ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇങ്ങനെ ഒരു കത്തുണ്ട് എന്ന് നമ്മൾ ഈ കഴിഞ്ഞ 3 വർഷമായി കേൾക്കുന്നതാണല്ലോ. ഇതിങ്ങനെ ഡെമോക്രസിന്റെ വാള് പോലെ ഈ സർക്കാരിന്റെ തലയ്ക്കുമേൽ തൂങ്ങുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ, ഏറ്റവും നിർണായക ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന വേളയിലാണ് പക്ഷേ അത് പൊട്ടി താഴേക്ക് വീഴുന്നത് എന്നേ ഉള്ളൂ. ഇത് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ്. ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടാകില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഇത് വരാൻ പോകുന്ന ഒരു കത്തല്ല. പല രൂപത്തിലും ഭാവത്തിലും മാധ്യമങ്ങൾ സൂം ചെയ്തുമൊക്കെ വിവിധ കത്തുകൾ നമ്മൾ കണ്ടതാണ്. ഇന്നൊരു കത്തുണ്ടെന്ന് പറയും, നാളെ അത് പിൻവലിക്കും, മറ്റന്നാൾ അതിനേക്കാൾ വലിയൊരു കത്തുണ്ടെന്ന് പറയും. ഇതൊക്കെ ഒരു കേരളം കേട്ടതാണ്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ട് എങ്കിൽ സാധാരണഗതിയിൽ ആ വാദത്തിൽ ഉറച്ചു നിൽക്കാനുള്ള മാന്യതയെങ്കിലും കാണിക്കണ്ടേ? തീർച്ചയായും ശ്രീമതി സരിത നായർ ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ഈ പൊതുസമൂഹത്തിലെ ഭൂരിപക്ഷം പേരും അവരെ പിന്താങ്ങും. പക്ഷേ ക്രോസ് വിസ്താരത്തിന് പോലും ഹാജരാകാതെ നിയമത്തിന് മുന്നിൽ മാറി നിൽക്കുന്ന, മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് പുകമറ സൃഷ്ടിക്കുന്നതിൽ മാത്രം വ്യാപൃതയായ ഒരു വ്യക്തിയുടെ വാക്കുകളെയും കത്തിനെയും വിശ്വസിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ അജണ്ട സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ശരിയാണ് ശ്രീമതി ബിന്ദു കൃഷ്ണ. ഈ ആരോപണകർത്താവിന്റെ ക്രെഡിബിലിറ്റി അങ്ങേയറ്റം സംശയാസ്പദമാണ്, അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അപ്പോഴും ശ്രീമതി ബിന്ദു കൃഷ്ണ മഹിളാ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് ലൈംഗിക പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഇരയുടെ മൊഴിയാണ് ഏറ്റവും സംഗതം, അതിൽ മാത്രം നമ്മൾ ഊന്നിയാൽ മതി എന്നും ബാക്കിയുള്ള കേസുകളിലൊക്കെ വാദിക്കുന്ന ആളുകളാണ് മഹിളാ കോൺഗ്രസ്സുകാരും മറ്റുള്ളവരുമൊക്കെ. ഏത് വാദമാണെങ്കിലും ഇരയുടെ ഭാഗത്തെ വാദം ഒരു മനുഷ്യന്റെ പ്രാഥമികമായ ബുദ്ധിക്കും യുക്തിക്കും യോജിച്ചതാകേണ്ടേ? അങ്ങനെയുള്ള ഘട്ടത്തിൽ തീർച്ചയായും അതിനൊപ്പം തന്നെ ഞങ്ങളെ പോലുള്ള വനിതാ പ്രവർത്തകർ ഉണ്ടാകും. പക്ഷെ ഇവിടെ എന്താണ് സ്ഥിതി? എത്രയോ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അതിൽ നിന്ന് പിന്മാറി. 1 ആണോ 2 ആണോ 3 ആണോ 100-ൽ പരം കാര്യങ്ങൾ, എത്ര കാര്യങ്ങൾ.
അതിന്ന് പിന്മാറിയിട്ട് വീണ്ടും വീണ്ടും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി രാഷ്ട്രീയ ലക്ഷ്യത്തിന് രാഷ്ട്രീയ ശത്രുക്കളുടെ ചട്ടുകമായി നിന്നുകൊണ്ട് പറയുന്നതിനെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങാൻ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരല്ലേ? അങ്ങനെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. ദയവായി തുടരണം. ശ്രീ എ സജീവൻ, ഡൽഹിയിൽ പറഞ്ഞതൊക്കെ നടത്തിയിട്ടാണ് ഉമ്മൻചാണ്ടി മടങ്ങി വന്നത്. അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും വിധേയനാകേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ വീറ്റോ ചെയ്യാൻ സാധിച്ചു. KC ജോസഫിനെ മാറ്റി സജീവ് ജോസഫിനെ മത്സരിപ്പിക്കണം എന്നുള്ളത് തെരഞ്ഞെടുപ്പ് സമിതിയിലെ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശമായിരുന്നുവെങ്കിൽ, അങ്ങനെയാണെങ്കിൽ 35 വർഷം MLA ആയ ജോസഫിനേക്കാൾ കൂടുതൽ കാലം, 45 വർഷം ഞാൻ MLA ആയിട്ടുണ്ടല്ലോ, ഞാൻ മാറിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെപ്പോലും വീറ്റോ ചെയ്ത് വിജയശ്രീ ലാളിതനായാണ് ഉമ്മൻചാണ്ടി കേരളത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. ആ ഉമ്മൻചാണ്ടിയെ ഉലയ്ക്കാൻ, അലോസരപ്പെടുത്താൻ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കത്ത് ബോംബ് കൊണ്ട് സാധിക്കുമോ? അല്ല, കത്ത് ബോംബിനെയും ഉമ്മൻചാണ്ടിയുടെ നിലപാടിനെയും രണ്ടും രണ്ടായിട്ട് കാണേണ്ടതാണ്. ഉമ്മൻചാണ്ടി ഭീഷണിയുടെ സ്വരത്തിലാണ് ഹൈക്കമാൻഡിന് മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് ഹൈക്കമാൻഡ് ഇപ്പോഴും ഒരു വഴങ്ങുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കീഴ്പ്പെടാനല്ലാതെ പറ്റാത്തൊരവസ്ഥയുണ്ടാവും. പലപ്പോൾ നമുക്കറിയാം, CPM-ൽ പണ്ട് VS അച്യുതാനന്ദൻ അവസാന ഘട്ടത്തിൽ PBയും കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ തീരുമാനിച്ചു VS മത്സരിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ 2006-ലും 2011-ലും VS കുറച്ച് ആളുകളെ പൊതുരംഗത്ത് ഈ പ്രകടനം നടത്തിച്ച് തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു. അതൊരു അറ്റകൈ പ്രയോഗമായിരുന്നു. അതേപോലെ ഇല്ലെങ്കിൽ ഞാനുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്ന ഉമ്മൻചാണ്ടി ഏത് തരം പ്രചരണമാണ് നടത്തുക എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് ഹൈക്കമാൻഡിനും അറിയാം. ഈ ഒരു അവസ്ഥയിൽ ദയനീയമായൊരു പരാജയം, ഭരണ തുടർച്ച ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിക്ക് ദയനീയമായൊരു പരാജയം ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയത്. അവിടെ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒക്കെ കീഴ്പ്പെടാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നേരെ മറിച്ച് ഇപ്പോഴത്തെ ഒരു അവസരം ഇതിന് പരാജയം ഏറ്റുവാങ്ങിയ വി എം സുധീരൻ പറയുന്നത് എന്താണ്? പാർട്ടി ഒരു തീരുമാനമെടുത്തു, പാർട്ടിയുടെ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്തു, ഇനി അതിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കണം. അങ്ങനെ UDF-ന്റെയും കോൺഗ്രസിൻ്റെയും വിജയത്തിന് വേണ്ടി എല്ലാവരും രംഗത്തിറങ്ങണം എന്ന് പറഞ്ഞ് സുധീരൻ ഒരുപക്ഷെ ആ രീതിയിലാണോ അടിത്തട്ടിലൂടെ പ്രവർത്തിക്കുക എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. പക്ഷേ പരസ്യമായ അദ്ദേഹം ഒരു വെല്ലുവിളി നടത്തിയില്ല. ഉമ്മൻചാണ്ടിയാണെങ്കിൽ തിരിച്ചു വന്ന് താൻ എന്ത് ചെയ്യും, തൻ്റെ ബലം എന്താണെന്ന് കാണിച്ചു തരാം എന്നൊരു ഭീഷണി തന്നെ മുഴക്കിയിട്ടാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടും ഹൈക്കമാൻഡ് അവിടെ താൽക്കാലികമായെങ്കിലും പരാജയം സമ്മതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ അത് കോൺഗ്രസിൻ്റെ വിജയമായിട്ടോ ഉമ്മൻചാണ്ടിയുടെ വിജയമായിട്ടോ നമുക്ക് ഇത് കാണാൻ പറ്റില്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ LDF-ന് വളരെ ഈസി ആയിട്ട് പല ഈ പറയുന്ന 4 മണ്ഡലങ്ങളിലെങ്കിലും അവിടെ ഇപ്പോൾ സുധീരൻ പറഞ്ഞല്ലോ, എൻ്റെ അഭിപ്രായങ്ങളൊക്കെ അത് നേരത്തെ പറഞ്ഞത് എന്താണോ അതൊക്കെ ഇപ്പോഴും ഉണ്ട് എന്ന് സുധീരൻ പറയുമ്പോൾ നമുക്ക് വ്യക്തമാണ് സുധീരന് വന്നിട്ട് ഇനി കെ ബാബു എന്ന അത് ഏറ്റവും ആദർശവാനായ ഏറ്റവും അഴിമതിരഹിതനായ ഒരു മന്ത്രിക്ക് വേണ്ടിയിട്ട് വോട്ട് കൊടുക്കണമെന്ന് പറയാൻ പറ്റുമോ? പങ്കെടുക്കാതെ മാറി നിൽക്കുമായിരിക്കും. ശ്രീ MB രാജേഷ്, കോൺഗ്രസിലെ നേർക്കുനേർ യുദ്ധത്തിന് വെടിനിർത്തൽ ഉണ്ടായിരിക്കുകയാണ്. സുധീരൻ ഇതിൽ കൂടുതൽ പൊട്ടിത്തെറിക്കാനോ കടുംപിടുത്തം പിടിക്കാനോ ഇല്ല, വഴങ്ങിയിരിക്കുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡും ഉമ്മൻചാണ്ടിയുടെ നിലപാടിനോട് അനുഗുണമായ സമീപനം സ്വീകരിച്ചിരിക്കുന്നു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക നാളെ പുറത്തിറങ്ങുകയാണ്. നിങ്ങൾക്ക് നിരാശയുണ്ടോ? ഞങ്ങൾക്ക് ഒട്ടും നിരാശയില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത സ്ഥിതിയിലായിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഉമ്മൻചാണ്ടി ഡൽഹിയിൽ നിന്ന് സുധീരനെ പരാജയപ്പെടുത്തി ഹൈക്കമാൻഡിനെ മുൾമുനയിൽ നിർത്തി, വരച്ച വരയിൽ നിർത്തി തിരിച്ച് തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയപ്പോഴേക്കും ഉണ്ടായ ഭൂകമ്പം എന്താണെന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനതൊന്നും വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നുമില്ല. അപ്പോൾ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത നിലയിലേക്ക് എത്തിച്ചേർന്ന് കോൺഗ്രസും UDF-ഉമാണ്. പിന്നെ മറ്റൊന്നുകൂടി ഇതിൽ നിന്ന് വ്യക്തമായി, സുധീരൻ്റേത് വെറും നാടകം മാത്രമായിരുന്നു എന്നുകൂടി ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്നെല്ലാം പറഞ്ഞ സുധീരന് താൻ പറഞ്ഞ ഒരു കാര്യം പോലും നടപ്പാക്കാതിരുന്നിട്ടും, ഒരു കാര്യത്തിൽ പോലും പേരിനെങ്കിലും മുഖം രക്ഷിക്കാനെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് താൻ ഉന്നയിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയാതിരുന്നിട്ടും സുധീരൻ അനുസരണയുള്ള കുഞ്ഞാടായി തിരിച്ച് ഉമ്മൻചാണ്ടിയുടെയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെയും വിനീത വിധേയനായി അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നു.
ഇത് നേരത്തെ പ്രതാപൻ കാണിച്ച ഹിപ്പോക്രസിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നില്ല, ജനങ്ങളും കരുതുകയില്ല. അപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസ്സിലെ വിവിധ വിഭാഗം നേതാക്കൾ ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കണ്ടതാണല്ലോ, ഞാൻ മത്സരിക്കുന്നില്ലെന്നും ചെറുപ്പക്കാർക്ക് വേണ്ടി മാറി നിൽക്കുന്നു എന്നെല്ലാമുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കുകയും സ്ഥാനത്യാഗത്തെക്കുറിച്ചുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്ത ഒരാൾ അതീവ രഹസ്യമായി രാഹുൽ ഗാന്ധിക്ക് ഇമെയിൽ അയക്കുന്നു. എന്നിട്ട് കുറെ കൂടി തനിക്ക് സുരക്ഷിതമെന്ന് തോന്നുന്ന ഒരു സീറ്റ് ഒപ്പിച്ചെടുക്കുകയും എന്നിട്ട് ആദർശത്തെക്കുറിച്ച് വീരവാദം പറയുകയും ചെയ്യുന്ന പരിഹാസ്യമെന്ന് വിശേഷിപ്പിച്ചാൽ പോരാ, ഇതിനെ വഞ്ചനാപരം എന്നാണ് വിശേഷിപ്പിക്കേണ്ടത്. അത്തരത്തിലുള്ള ആളുകൾക്ക് ക്ഷാമമില്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇന്നലെ ശിഷ്യൻ ജനങ്ങളെയാകെ വഞ്ചിച്ചു, ഇന്ന് ഗുരു VM സുധീരനും അതുതന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും എല്ലാ ആജ്ഞകൾക്കും വഴങ്ങിക്കൊടുത്തുകൊണ്ട് താൻ ഉയർത്തിയ പ്രതിഷേധം മുഴുവൻ വെറും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണ് എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളുടെ ഒന്നും മെറിറ്റ് നമ്മളെ സംബന്ധിച്ച് അറിയില്ല. നേരത്തെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള പലപ്പോഴും പലവട്ടം മാറ്റിപ്പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ ഒരു സർക്കാരാകെ തന്നെ ധാരാളമായ വിഴുപ്പ് ചുമക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് പ്രശ്നം. പലതരത്തിൽ ആരോപണ വിധേയരായ ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി സാധ്യമാകില്ല. അങ്ങനെയൊരു നിർദ്ദേശം VM സുധീരൻ മുന്നോട്ട് വെച്ചിരുന്നു എങ്കിലും പലവിധമായ ആരോപണങ്ങൾ നേരിടുന്നവരെ എല്ലാം ഞാനും ആരോപണം നേരിടുന്നുണ്ടല്ലോ എന്ന ന്യായം പറഞ്ഞ് മുഖ്യമന്ത്രി ഉൾക്കൊള്ളിക്കുന്നു. അവർ അടങ്ങിയ പാനലാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അങ്ങനെ ആ അർത്ഥത്തിൽ വലിയ പ്രതിച്ഛായ ശോഷണം സംഭവിച്ച ഒരു പാനലാണ് കോൺഗ്രസിന് വേണ്ടി ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? അല്ല, ഇവിടെ സുധീരൻ ജയിച്ചോ അല്ലെങ്കിൽ സുധീരൻ തോറ്റോ ഹൈക്കമാൻഡ് തോറ്റോ ഉമ്മൻചാണ്ടി ജയിച്ചോ എന്നുള്ളതിനേക്കാളൊക്കെ പ്രധാനം ഞാൻ കാണുന്നത് കേരളത്തിലെ ജനങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അഴിമതി ഒരു രാഷ്ട്രീയ വിഷയമേ അല്ല എന്നാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി പറയുന്നത്. ഏത് അഴിമതി ആരോപണം വന്നാലും എന്ത് അഴിമതി നടത്തിയാലും ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അഴിമതി ജനങ്ങളോട് വെല്ലുവിളിക്കുകയാണ്. ഇത്രയൊക്കെയുള്ള ഇപ്പോൾ ഇവിടെ ചിലർ പറഞ്ഞു വാദിക്കാറുണ്ട് അഴിമതി ആരോപണം തെളിയിക്കപ്പെടുന്നത് വരെ ഒരാൾ കുറ്റക്കാരനല്ല. പക്ഷെ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് അഭിലാഷേ. ഇത് ഒക്കെ വ്യക്തി ജീവിതത്തിൽ ഇതൊക്കെ പറയാം, IPC അനുസരിച്ച് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുവിഭവങ്ങൾ പൊതുജനങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്ത് കൈകാര്യം ചെയ്യാനാണ് ഇവരെ ഏൽപ്പിക്കുന്നത്. ഒരാൾ MLA ആവുന്നു, മന്ത്രിയാവുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏൽപ്പിക്കപ്പെടുമ്പോൾ അത് കുടുംബസ്വത്തല്ല. ആ സ്വത്ത് കൈകാര്യം ചെയ്യാൻ സംശയാതീതനായ ആൾ വേണമെന്നാണ് ഞങ്ങളുടെയൊക്കെ നിലപാട്. അത് ഇനി ആരോപണമുണ്ടെങ്കിൽ ആരോപണം ഇല്ല എന്ന് തെളിയിക്കപ്പെടുന്നത് വരെ ഇക്കാര്യത്തിൽ മാറി നിൽക്കണം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നെ ഹൈക്കമാൻഡ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഇപ്പൊ ഇല്ല. കാരണം കോൺഗ്രസിനുണ്ടായിരുന്ന 2 മന്ത്രിസഭകളെ കേന്ദ്രം പിരിച്ചുവിട്ടു. ഇനി ആടി നിൽക്കുന്ന ഒരു കർണാടകയാണ്, ഇനി പിന്നെ ഉള്ളത് കേരളമാണ്. ഇത് പോയാൽ പിന്നെ യാതൊന്നുമില്ല. ഇത് ഉമ്മൻചാണ്ടി പോയാൽ 100% പോകും. ഉമ്മൻചാണ്ടി പറഞ്ഞത് കേട്ടാൽ ഒരു 50% സാധ്യതയുണ്ട് എന്ന് ഹൈക്കമാൻഡിന് തോന്നുന്നത് കൊണ്ടായിരിക്കും. ഞാൻ പറയുന്നത് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം അഴിമതി എന്നത് ഒരു രാഷ്ട്രീയ വിഷയമേ അല്ല. അത് അവിടെയാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഉമ്മൻചാണ്ടിയുടെ 2ാം ഭാഗത്തെക്കുറിച്ച് പറയുന്നില്ല. നേരത്തെ ബിന്ദുകൃഷ്ണ പറഞ്ഞതുപോലെ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ ആളല്ല. അവരുടെ ക്രെഡിബിലിറ്റി ഒക്കെ ഉണ്ടാവാം. പക്ഷെ 1ാം ഭാഗത്തിൽ തന്നെ ഉമ്മൻചാണ്ടി ദയനീയമായി ഉമ്മൻചാണ്ടിയല്ല, ജനങ്ങൾ പരാജയപ്പെട്ടു, UDF പരാജയപ്പെട്ടു. ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സുധീരൻ, ഇപ്പോൾ നേരത്തെ രാജേഷ് പറഞ്ഞതുപോലെ സുധീരന് മുഖം രക്ഷിക്കുമെന്ന് വെച്ചാൽ അതിപ്പോൾ നമ്മുടെ നാട്ടിലൊരു സ്വഭാവമുണ്ട്. എല്ലാ പാർട്ടിയിലും ഞാൻ കാണുന്നത് എന്ത് നിലപാടെടുത്താലും അവസാനം പാർട്ടി പറഞ്ഞതാണ് ശരി എന്ന് പറയുന്നതാണ് ഇവിടെ എല്ലാ പാർട്ടിക്കാരുടെ സ്വഭാവം. അതിനെതിരായി പറയാനൊന്നും ഒരു പാർട്ടിക്കാരെ കൊണ്ട് പറ്റില്ല. പാർട്ടി തീരുമാനിച്ചാൽ പിന്നെ മിണ്ടരുതെന്നാണ്. അത് രാജേഷിന്റെ പാർട്ടിക്കും അത് തന്നെയാണ് തീരുമാനം. എല്ലാ പാർട്ടികളും അങ്ങനെയാണ്. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് പാർട്ടി തീരുമാനിച്ചോ ഉമ്മൻചാണ്ടി തീരുമാനിച്ചോ എന്നുള്ളതല്ല. ജനങ്ങൾ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്, അവരതനുസരിച്ച് ചെയ്യും. ഇവിടെ കോൺഗ്രസിന്റെ മുഖം അങ്ങേയറ്റം വികൃതമായിരിക്കുന്നു. എല്ലാ അടിത്തറയും ബിന്ദുകൃഷ്ണ, ഇത് പൊതുസമൂഹത്തിന്റെ വികാരമായി കാണാൻ താല്പര്യമുണ്ടോ? നോക്കൂ, സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണമെന്ന് കാട്ടിയിരുന്നു KM മാണിയോട് ഹൈക്കോടതി. ആ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാജിവെക്കേണ്ടി വന്നു. ഇവിടെ
ഇങ്ങനെ സംശയിക്കപ്പെടുന്ന ആളുകളുടെ ഒരു പട്ടികയുണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ. അവിടെ സംശയമുണ്ടാകുന്നത് KPCC പ്രസിഡന്റിന് പോലുമാണ്. ശരിയാണ്, വാദിക്കാം ഇവരുടെ മേലുള്ള ആരോപണങ്ങളൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്ന്. പക്ഷേ സംശയമുണ്ട്, ജനങ്ങൾക്ക് സംശയമുണ്ട്, വോട്ടർമാർക്ക് സംശയമുണ്ട്, പൊതുസമൂഹത്തിന് സംശയമുണ്ട് എന്നിരിക്കെ എന്തുകൊണ്ടാണ് ആ സംശയമുള്ള ആളുകളെ മാറ്റി നിർത്തി അവരുടെ നിരപരാധിത്വം തെളിയിക്കുന്നത് വരെ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് സംശുദ്ധമായ ഒരു പാനൽ അവതരിപ്പിക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് കഴിയാതെ പോയത്? സ്ഥിരീകരണം നൽകുന്നതാണല്ലോ ജനകീയ കോടതി. ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ജനകീയ കോടതി എന്ന് നാം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ജനകീയ കോടതിയിലേക്ക് നിർഭയരായി കടന്നു ചെല്ലുന്ന ഒരു നിമിഷം, ഞാനൊന്ന് ടെലിഫോൺ കട്ട് ചെയ്ത് വിളിക്കാം ശ്രീമതി ബിന്ദു കൃഷ്ണ. എന്തോ സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീ സലിം, കോൺഗ്രസിന് ഇത് നല്ല ഒരു അവസരമായിരുന്നു. സംശുദ്ധമായൊരു പട്ടിക വേണം എന്ന ആഗ്രഹം KPCC പ്രസിഡന്റിനുണ്ടായിരുന്നു. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് തന്നെ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, അതിനുള്ള സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നിട്ടും കേവലമായ പിടിവാശിക്ക് മുൻപിൽ ഹൈക്കമാൻഡിന് പോലും തലകുനിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ള എല്ലാ അഴിമതി ആരോപണങ്ങളും ഇഴകീറി പരിശോധിക്കപ്പെടട്ടെ, അത് നാട്ടുകാർ ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന ബുദ്ധിമോശത്തിലേക്ക് കോൺഗ്രസ് പോയത്? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക നാളെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക സംസിദ്ധമാണോ കളങ്കിതമാണോ എന്ന് വിലയിരുത്തേണ്ടത് ആ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷമാണ്. ഇവിടെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ചില സ്പെക്കുലേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ്. സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ സ്വീകരിച്ച നിലപാടുകളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകൾ പൂർണ്ണമായി ശരിയല്ല എന്ന് ഞങ്ങൾ ശ്രീ PS സലീം, താങ്കൾ ധൈര്യമായി വിശ്വസിച്ചുകൊള്ളുക. K ബാബു, ബെന്നി ബെഹന്നാൻ, KC ജോസഫ്, അടൂർ പ്രകാശ് തുടങ്ങിയവരൊക്കെ അടങ്ങുന്നതാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക. സ്പെക്കുലേഷൻ അല്ല. അല്ല, ഞാൻ ചോദിക്കുന്ന ഈ KC ജോസഫും ബെന്നി ബെഹന്നാനും അവരൊക്കെ അവരുടെ ജനപിന്തുണ സംശയരഹിതമായി തെളിയിച്ച നേതാക്കന്മാരാണ്. എന്തടിസ്ഥാനത്തിലാണ് ഇവർ ആരോപണ വിധേയരാണ്, ഇവർ കളങ്കിതരാണ്, അല്ലെങ്കിൽ ഇവർ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് എന്ന രീതിയിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത്? അല്ല, അത് തീർച്ചയായും ആദ്യം ചോദിക്കേണ്ടത് VM സുധീരനോടാണ്. കാരണം അദ്ദേഹത്തിനാണല്ലോ അങ്ങനെ ഒരു നിഗമനം ഉണ്ടായിരുന്നത്. ഇവർ കളങ്കിതരാണ് എന്ന് പറയുന്നില്ല ശ്രീ സലീം, പക്ഷേ കളങ്കിതരാണ് എന്ന് സംശയമുള്ളവരാണ്. അവരെക്കുറിച്ച്, അവരുടെ കളങ്കത്തെക്കുറിച്ച് ചില സംശയങ്ങൾ പൊതുസമൂഹത്തിന് മുൻപിൽ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ വിധിക്കുന്നില്ല. പക്ഷേ അവരുടെ നിരപരാധിത്വം പൂർണ്ണമായും തെളിയുന്നതിന് മുൻപ് അവർക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവസരം കൊടുക്കുന്നതാണ് ഇവിടെ KPCC പ്രസിഡന്റ് തന്നെ ചോദ്യം ചെയ്തത്. പക്ഷേ KPCC പ്രസിഡന്റിന്റെ ഭാഗം വിജയിച്ചില്ല. അദ്ദേഹം ദയനീയമായി അദ്ദേഹത്തിന്റെ പോരാട്ടത്തിൽ തോറ്റ് തിരുവനന്തപുരത്തേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. അല്ല, ശ്രീ VM സുധീരന്റെ പോരാട്ടത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റുമായി ബന്ധപ്പെട്ട് എല്ലാ കാലങ്ങളിലും അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു പ്രൊസീജിയറാണ്. കോൺഗ്രസിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്, സ്വീകാര്യതയുള്ള നേതാക്കന്മാരുണ്ട്. അവരെ സ്ഥാനാർത്ഥികളായി തീരുമാനിക്കപ്പെടുക എന്ന് പറയുന്നത് ഈ വിവിധ തലങ്ങളിൽ ഇത്തവണയാണെങ്കിൽ കുറെ കൂടി വളരെ ഡെമോക്രാറ്റിക് ആയിരുന്നു. ജില്ലാ തലത്തിൽ, അസംബ്ലി ലെവലിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു പാനലുമായിട്ടാണ് KPCC പ്രസിഡന്റ് ദില്ലിയിൽ സ്ഥാനാർത്ഥി പട്ടികയുമായി പോയത്. അവിടെ ചർച്ചയുണ്ടായി. ആ ചർച്ചകളിലൊക്കെ ഒരുപക്ഷെ ഞാൻ പൂർണ്ണമായും സമ്മതിക്കുന്നു, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഓരോ അസംബ്ലി നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ആ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് നിങ്ങൾ നൽകുന്ന വ്യാഖ്യാനം കേരളത്തിൽ പതിറ്റാണ്ടുകളായി ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന നേതാക്കന്മാർ ആരോപണ വിധേയരെന്ന ബ്രാൻഡ് ചെയ്യപ്പെട്ട് അവരെ പരസ്യമായി അപമാനിക്കാൻ ശ്രമിച്ചാൽ, ആക്ഷേപിക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ വിക്ടിമൈസ് ചെയ്യപ്പെടേണ്ടതല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ശരി, അതാണ് താങ്കളുടെ നിലപാട്, താങ്കളുടെ പാർട്ടിയുടെ നിലപാട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇവിടെ മഹിളാ കോൺഗ്രസിന്റെ ആവശ്യം, യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം, മറ്റ് മുൻ ഭാരവാഹികളുടെ ആവശ്യം, ഈ ആവശ്യങ്ങളൊക്കെ അറിയിച്ചത് രാഹുൽ ഗാന്ധിയെയാണ്. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥി പട്ടികയിൽ മാജിക് കാണിക്കും എന്ന് നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ അദ്ദേഹത്തിന് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതല്ലേ വസ്തുത. ഇരിക്കൂറിൻ്റെ കാര്യം ഏറ്റവും ഒടുവിലായി എന്താണ് തെരഞ്ഞെടുപ്പ് സമിതിയിൽ നടന്നത് എന്ന് പുറത്തു വന്നല്ലോ.
രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടിയാൽ വീറ്റോ ചെയ്യപ്പെടുകയാണ്. അങ്ങേയറ്റം ദുർബലമായ ഒരു കേന്ദ്ര നേതൃത്വമാണ് ഇത്ര പ്രശ്നങ്ങൾക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ വഴി തെളിയിക്കുന്നത് എന്നുള്ളതല്ലേ സത്യം? ഈ കാര്യത്തിൽ താങ്കളുടെ വാദത്തോട് എനിക്ക് യോജിക്കാൻ കഴിയുകയില്ല. ആദരണീയനായ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധിജിയുടെ ഇടപെടൽ കൊണ്ട് കൂടി തന്നെയാണ് കുറെ അധികം സീറ്റുകൾ യുവാക്കൾക്കും അതുപോലെ തന്നെ 9-ൽ പരം സീറ്റുകൾ വനിതകൾക്കുമായി നീക്കിവെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അതല്ലെങ്കിൽ 82 സീറ്റിൽ മാത്രം മത്സരിക്കുന്ന കോൺഗ്രസിൽ ഇത്രയേറെ പുതുമുഖങ്ങൾക്കും ചെറുപ്പക്കാർക്കും അവസരം ലഭിക്കുകയില്ലായിരുന്നു. ഇരിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറയാൻ ശ്രമിച്ചത് കളങ്കിതരായ നേതാക്കന്മാർ എന്ന് ആരോപിക്കുമ്പോൾ അവർ ഒരു കേസിൽ പോലും പ്രതിയല്ല, ഒരു പെറ്റി കേസിൽ പോലും താൻ പ്രതിയല്ല എന്ന് കേരളത്തിന്റെ ബഹുമാന്യനായ ഫിഷറീസ് തുറമുഖ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ കെ ബാബു പറയുമ്പോൾ അത് വിശ്വസിക്കാൻ തയ്യാറല്ല. അത് കോടതികൾ നോക്കിയാൽ കൃത്യമാണെന്നിരിക്കെ അദ്ദേഹത്തെ ആരോപണ വിധേയനാണ്, കളങ്കിതനാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ, അതുപോലെ തന്നെ മറ്റു മന്ത്രിമാരെയും ഒക്കെ മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ ജനാധിപത്യത്തിൽ നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന ജനകീയ കോടതിയിലാണല്ലോ. ഈ കാര്യം ജനകീയ കോടതിയിലേക്ക് കൊണ്ടുപോകട്ടെ. നിർഭയരായി ജനവിധിയെ നേരിടാൻ തയ്യാറായി നിൽക്കുന്ന നേതാക്കന്മാർ ആത്മവിശ്വാസത്തോടെ നിൽക്കുമ്പോൾ കേരളത്തിലെ ജനം, അതത് മണ്ഡലങ്ങളിലെ ജനം വിധി പറയട്ടെ. ആ വിധിയോടൊപ്പം യോജിക്കുവാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. ശരി, അങ്ങനെയാണ്, ജനങ്ങളുടെ കോടതിയിലേക്ക് പോകട്ടെ എന്നാണ് ഇപ്പോഴുള്ള കോൺഗ്രസിന്റെ നിലപാട്. ശ്രീ എ സജീവൻ, ഇവിടെ കെ ബാബുവിനെയും അടൂർ പ്രകാശിനെയും മാറ്റണം എന്ന ചർച്ചയാണ് അവസാന റൗണ്ടിൽ ഏറ്റവും തീവ്രമായി വന്നത്. അതിനെ തടുത്തത് ഇവർ രണ്ടുപേരുടെയും സമുദായം ഇങ്ങനെ ഇവരെ മാറ്റുന്ന തീരുമാനം കൊണ്ട് പ്രകോപിതരാകുമെന്നും അവർ കൂട്ടത്തോടെ കോൺഗ്രസിന് എതിരെ വോട്ട് ചെയ്യും എന്നുമുള്ളതാണ്. അതായത് അഴിമതി ആരോപണങ്ങൾ, അതെന്ത് ആരോപണമായാലും പ്രശ്നമില്ല, അതിനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള സാമുദായിക അസ്വാരസ്യങ്ങളൊന്നും നമ്മൾ ക്ഷണിച്ചു വരുത്തേണ്ടതില്ല എന്ന പ്രായോഗികതയിലാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടായത്. അല്ല, ഇത് പറയാൻ എന്ത് കാരണമുണ്ടാവാം? ബാബുവിൻ്റെയും മറ്റും സമുദായം വെച്ചുകൊണ്ട് അടൂർ പ്രകാശും ബാബുവും ഏത് സമുദായത്തിലാണോ അവർക്ക് പ്രകോപനം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഇവർ സമുദായം മുഴുവൻ ബാബുവിനെയും അടൂർ പ്രകാശിനെയും പിന്തുണയ്ക്കുമെന്നാണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും വലിയ സമുദായത്തിൻ്റെ ആളായിട്ടാണല്ലോ ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ നിൽക്കുന്നത്. മുഖ്യമന്ത്രിയാവാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ അദ്ദേഹമല്ലേ? ഈ സമുദായത്തിൻ്റെ മുഴുവൻ ഈ പറയുന്ന ബാബുവിൻ്റെ സമുദായമാണല്ലോ, അടൂർ പ്രകാശിൻ്റെ ഒക്കെ സമുദായമാണല്ലോ വെള്ളാപ്പള്ളിയുടെ സമുദായം. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മൊത്തം സമുദായത്തിൻ്റെ മൊത്ത കച്ചവടക്കാരനായിട്ട് ഒരു ഭാഗത്തുണ്ടാവുകയും NDAയുടെ കൂടെ അദ്ദേഹം നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ബാബുവിനും അടൂർ പ്രകാശിനും എതിരെ എന്തെങ്കിലും നടപടിയെടുത്താൽ സമുദായം പിണങ്ങുമെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഇതൊക്കെ ഓരോ തൊടുന്യായങ്ങൾ മാത്രമാണ്. ഇവിടെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. സുധീരൻ ഒരു കാര്യം ഉന്നയിച്ചു, അതിനെ പരാജയപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ കാരണം പറയണം. മുഖ്യമന്ത്രി പറഞ്ഞ ഇതാണ്, ഞാൻ 45 കൊല്ലമായിട്ട് ഉള്ള ആളാണ്, ഞാൻ മാറാം, അഴിമതി ആരോപണം എനിക്കെതിരെയും ഉണ്ട്, ഞാൻ മാറാം, അങ്ങനെ ഓരോ കാരണങ്ങളും പറയുമ്പോൾ അത് ഒരു തരത്തിലെ ഭീഷണിയാണ്. അങ്ങ് കോൺഗ്രസ് നേരത്തെ പറഞ്ഞ പോലെ, താങ്കൾ തന്നെ പറഞ്ഞ പോലെ തീർത്തും ദുർബലമായ കോൺഗ്രസ്സാണ്. പിന്നെ സലീമും ബിന്ദു കൃഷ്ണയൊക്കെ ഇവിടെ പറയുന്നത് ഇതൊക്കെ വേറെ ആരോ കെട്ടിച്ചമച്ചതാണ്. ഇവിടെ വേറെ ആരെങ്കിലുമല്ല, രാജേഷിൻ്റെ പാർട്ടി പോലുമല്ല, മറ്റാരുമല്ല, ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരുമല്ലല്ലോ ഈ കാര്യം ഉന്നയിച്ചിട്ടുള്ളത്. ഇത് സുധീരനാണ്. സുധീരൻ KPCCയുടെ പ്രസിഡന്റുമാണ്. അദ്ദേഹമാണ് പറഞ്ഞത് ഇവിടെ തീവട്ടി കൊള്ള നടക്കുന്നു എന്നുള്ള കാര്യം. ഇവിടെ മെത്രാൻ കായൽ മുതൽ സന്തോഷ് മാധവന്റെ ഭൂമി ഇടപാട് വരെയുള്ള കാര്യങ്ങളിലേക്ക് എല്ലാം പുറത്തു കൊണ്ടുവന്ന് അതിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള നിലപാടെടുത്തത് VM സുധീരനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇടപെട്ടുള്ള ആളുകൾ മാറി നിൽക്കണമെന്ന്. മാറി നിൽക്കേണ്ട എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുള്ളത്. എന്നിട്ടും പറയുന്നു ഹൈക്കമാൻഡായിട്ടും സംശുദ്ധരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ നേരത്തെ മറുപടി പറയേണ്ട ഒരു കാര്യം കൂടിയായിരുന്നു സരിതയുടെ കത്ത്. സരിതയുടെ കത്ത് ഇതിപ്പോൾ ബിന്ദു കൃഷിയൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നുന്നു ഇപ്പോൾ പുറത്ത് വന്നതാണെന്ന്. ഇതിപ്പോഴല്ലല്ലോ, ഇത് എത്ര കാലം മുമ്പേ വന്നതാണ്. ഈ കത്തിൻ്റെ ഉള്ളടക്കം പുറത്തേക്ക് വന്നില്ല മാത്രമേ ഉള്ളൂ. ഈ കത്ത്, ഇങ്ങനൊരു കത്ത് വായുവിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയൊരു കാലം കുറേയായി. അപ്പോൾ അതിൽ സരിത പറയുന്നത് എല്ലാം ശരിയാണെന്നില്ല. സരിത മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ മോശമായി ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കേണ്ടതാണ്. അങ്ങനെ ഒരു നടപടിക്കും പോവാതെ ഇവർ പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്നു. വേറൊന്ന്, താങ്കൾ തന്നെ നേരത്തെ ബിന്ദു കൃഷ്ണയോട് ചോദിച്ച പോലെ ഒരു സ്ത്രീയുടെ പീഡന കേസുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ ഉന്നയിക്കുന്ന ആരോപണം ഉണ്ടാകുമ്പോൾ അവരുടെ ചരിത്രം നോക്കിയിട്ടാണോ, അല്ലെങ്കിൽ അവരുടെ ചാരിത്രത്തിൻ്റെ പകിട്ട് നോക്കിയിട്ടാണോ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാം? ഇത് നിയമപ്രകാരം ബിന്ദു കൃഷിക്ക് പറയാൻ പറ്റുമോ ഇത് തെറ്റാണെന്നുള്ള കാര്യം? ഏതെങ്കിലും ഇത്തരം കോടതിയുടെ മുമ്പാകെ ഒരു സ്ത്രീ പറയുന്നു എന്നെ ഇങ്ങനെയൊക്കെ ആൾ മാനഭംഗപ്പെടുത്തിയെന്ന്. അപ്പോൾ ഇതൊന്നും ശരിയല്ല എന്ന് പറയും. എന്നാൽ പിന്നെ ഈ പറയുന്ന
സരിതയെ നുണപരിശോധനയ്ക്ക് വിധേയയാക്കണമെന്നെങ്കിലും പറയണം. ശരി, അങ്ങനെയുള്ള വാദങ്ങളും സ്വാഭാവികമായും സമൂഹത്തിൽ ഉയർന്നു വരും. തുടരുക ശ്രീ സജീവൻ. ശ്രീ MP രാജേഷ്, അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എടുത്ത ഒരു നിലപാട്, കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു നിങ്ങൾ UDF ചെയ്യുന്ന ഓരോ വോട്ടും ബാർ കോഴയ്ക്കുള്ള അംഗീകാരമായി മാറും എന്ന്. ഇവിടെ ഇതാ അടൂർ പ്രകാശും കെ ബാബുവും ഒക്കെ മത്സരിക്കുകയാണ്. നിരവധി ആരോപണങ്ങൾ കഴിഞ്ഞ 5 വർഷമായി ഉയർന്നിട്ടുണ്ട്. ഈ ആരോപണങ്ങളിലൊക്കെ എന്താണ് സത്യം എന്ന് പൂർണ്ണമായും വെളിയിൽ വന്നിട്ടുമില്ല. ഇതിൻ്റെയൊക്കെ ഒരു ഹിതപരിശോധനയായി തെരഞ്ഞെടുപ്പിനെ എടുക്കാൻ ഇടതുമുന്നണിക്ക് സാധിക്കുമോ? ഈ തെരഞ്ഞെടുപ്പ് സർക്കാരിനെതിരായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുടെ മാത്രമല്ല, ഈ സർക്കാരിൻ്റെ 5 വർഷത്തെ പ്രവർത്തനങ്ങളുടെയും പരാജയത്തിൻ്റെയും അഴിമതികളുടെയും എല്ലാ തരത്തിലുള്ള ഈ സർക്കാർ സൃഷ്ടിച്ച കെടുതികളും സംബന്ധിച്ച ഹിതപരിശോധനയായിരിക്കും. ഈ ഏതാനും ആരോപണങ്ങൾ മാത്രമല്ലല്ലോ, 5 കൊല്ലത്തെ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ എല്ലാ പരാജയവും ഇവിടെ ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ സർക്കാരിനെ സമഗ്രമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തുക. സർക്കാരിനെ ഈ തെരഞ്ഞെടുപ്പിൽ വിചാരണ ചെയ്യും. അതാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രചരണം. ആ തരത്തിലുള്ള പ്രചരണമായിരിക്കും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ആരോപണങ്ങൾ, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി അത് നിഷേധിക്കുക മാത്രം ചെയ്താൽ പോരല്ലോ. വളരെ ഗുരുതരമായ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് നമ്മൾ ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത, രാഷ്ട്രീയമായ എതിർപ്പുണ്ടെങ്കിലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. ഇതാദ്യമായിട്ട് ഉന്നയിക്കപ്പെട്ടതല്ല, നേരത്തെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഞാനൊരു ടെലിവിഷൻ ചാനലിൽ കണ്ടത്, ഉന്നയിച്ച സ്ത്രീ, അവരാരോ ആവട്ടെ, ഉന്നയിച്ച സ്ത്രീ അവർ കൊടുത്തതല്ല ആ കത്ത് എന്ന് പറയുന്നു. മാധ്യമങ്ങളുടെ കയ്യിൽ കിട്ടിയ കത്ത് തൻ്റേത് തന്നെയാണ് എന്ന് സമ്മതിക്കുന്നു. അതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല എന്ന് ഉറച്ചു പറയുന്നു. അത്ര ഗുരുതരമായിട്ടുള്ള ആരോപണം മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി നിയമ നടപടികൾ സ്വീകരിക്കണ്ടേ? നിയമ നടപടികൾ സ്വീകരിക്കണം. അതുപോലെ തന്നെ നേരത്തെ ശ്രീ സജീവൻ പറഞ്ഞതുപോലെ നുണപരിശോധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ടതാണ്. നേരത്തെ സോളാർ കമ്മീഷന്റെ മുമ്പിൽ നുണപരിശോധനയുടെ ആവശ്യം വന്നപ്പോൾ തയ്യാറായില്ല എന്നുള്ളത് കൂടി ആലോചിക്കണം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് തയ്യാറായിരുന്നില്ല എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ഈ വെളിപ്പെടുത്തൽ കൂടി, അല്ലെങ്കിൽ ഈ യഥാർത്ഥ കത്ത്, അങ്ങനെയാണ് ഞാൻ ടെലിവിഷനിൽ കണ്ടത്. ഇത് പകർപ്പല്ല, യഥാർത്ഥ കത്താണ് എന്നാണ് ടെലിവിഷനിൽ കണ്ടത്. ഇതുകൂടി വരുമ്പോൾ സർക്കാരിനെ കുറിച്ച് 5 കൊല്ലം ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ശരിവെക്കുന്ന തരത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെയും അതിന് നേതൃത്വം കൊടുത്ത പാർട്ടിയുടെയും അപജയത്തിൻ്റെ, ജീർണതയുടെ, അതിൻ്റെ പതനത്തിൻ്റെ ആഴമാണ് വ്യക്തമാവുന്നത്. അക്ഷരാർത്ഥത്തിൽ പൊട്ടിയൊലിച്ച് ദുർഗന്ധം വമിക്കുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ആ വ്രണം മുഴുവൻ പൊട്ടി ദുർഗന്ധം വമിക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് സ്ഥിതി. ജനം വിലയിരുത്തട്ടെ. ഞാനതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങളുടെ മുമ്പിൽ ഇതെല്ലാം ഉണ്ട്. ജനങ്ങൾ തീർച്ചയായിട്ടും ഇത് വിലയിരുത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ആണോ ശ്രീമതി ബിന്ദു കൃഷ്ണ? എന്ന് മാത്രമല്ല, ഈ കത്ത് അവർ 2013 പോലീസ് കസ്റ്റഡിയിലായിരിക്കുമ്പോൾ എഴുതിയതാണ്. ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അവർ സോളാർ കമ്മീഷനിൽ കൊടുത്ത മൊഴി പോലെ തന്നെയാണ്, യാതൊരു വ്യത്യാസവുമില്ല. ഡിസംബർ 27-ാം തീയതി 2012 ഡൽഹി വിജ്ഞാൻ ഭവനിൽ നടന്ന യോഗവുമായി ബന്ധപ്പെട്ട് പണം കൈമാറ്റം നടന്നു എന്ന് സരിത എസ് നായർ സോളാർ കമ്മീഷന് മുൻപാകെ മൊഴി നൽകുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയിരുന്നു. അത് ധാരാളം ചർച്ച ചെയ്തിരുന്നു. അത് അന്വേഷിക്കപ്പെടുന്നുമുണ്ട്. അന്ന് സോളാർ കമ്മീഷനിൽ പറഞ്ഞത് എന്തോ അത് തന്നെയാണ് അവർ 2013 ജയിലിൽ വെച്ച് അക്ഷരം പ്രതി എഴുതിയിരിക്കുന്നത്. അതായത് അവർ പറയുന്ന കാര്യങ്ങളിലൊന്നും വൈരുദ്ധ്യമില്ല. അവർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ വൈരുദ്ധ്യവും, ചിലപ്പോഴൊക്കെ തിരുത്തലുകളും, ചിലപ്പോഴൊക്കെ മാറ്റിപ്പറയലുകളും കേരളം പല തവണ കണ്ടതാണ്. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ ഇത് എന്റെ കത്താണ്, ഞാൻ എഴുതിയതാണ്, ഇതിന്റെ ഉള്ളടക്കം ഞാൻ ഓൺ ചെയ്യുന്നു എന്ന് സരിതാ നായർ ഇന്ന് മാധ്യമങ്ങളോട് പറയുമ്പോൾ നാളെ അവരിത് മാറ്റി പറയില്ല എന്ന ഒരു കേസിനെ സംബന്ധിച്ചിട്ട് ഇത്തരത്തിലുള്ള ആരോപണം എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ് എങ്കിൽ അങ്ങേയറ്റം ക്രൂരമാണെന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇത്തരം കാര്യങ്ങൾ, ക്ലിഫ് ഹൗസ് എന്ന് പറയുന്നത് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ, അത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, മുൻ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, നാളെ വരാൻ പോകുന്ന മുഖ്യമന്ത്രി ആയിക്കൊള്ളട്ടെ, അവരുടെ ഔദ്യോഗിക വസതിയാണ്. ആ ഔദ്യോഗിക വസതിയിൽ ആൾക്കൂട്ടത്തിന് നടുവിൽ നമ്മൾ എല്ലാവരും, ഈ നാട്ടിലെ പാർട്ടി പ്രവർത്തകരോ രാഷ്ട്രീയ നേതാക്കന്മാരോ മാത്രമല്ല, കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ഏത് നിമിഷവും തുറന്നിട്ടിരിക്കുന്ന ആ വീട്ടില്
ഇങ്ങനെയൊക്കെ ആണ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ വിരോധത്തിന് വേണ്ടി ഇത്രയേറെ പറയാൻ പാടുണ്ടോ? ഇനി ഇപ്പൊ അത്തരം കാര്യങ്ങൾ ശരിയാണ് എങ്കിൽ അതിനൊരു വിദൂരമായ സാധ്യത പോലും കാണുന്നില്ല ഒരു സാമാന്യ ബോധത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ വരണ്ടേ? ഈ സോളാർ കമ്മീഷന്റെ ക്രോസ് വിസ്താരത്തിന് പോലും കൃത്യമായി ഹാജരാകാതെ, ഒരുപക്ഷെ ഹാജരായ വേളയിൽ ഒരിക്കൽ പോലും ഇത് സംബന്ധിച്ച് ഈ കത്തിൽ പറയുന്ന ഈ കത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് മൊഴി കൊടുക്കാൻ തയ്യാറാകാതെ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടടുത്ത് തെരഞ്ഞെടുപ്പിന്റെ തീച്ചൂളയിൽ കേരളം നിൽക്കുമ്പോൾ ഇത്തരമുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പാടുണ്ടോ? ശരി, ശ്രീ എം പി രാജേഷ്, ഇത് ബൂമറാങ് ആകാനുള്ള സാധ്യതയില്ലേ? സരിത എസ് നായർ ഈ ഫെബ്രുവരി മാസം ആദ്യം തുടർച്ചയായി 4 ദിവസങ്ങളിൽ സോളാർ കമ്മീഷനിൽ മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും മൊഴി കൊടുക്കുകയാണ്. കേരളം ആകെ ഇളകി മറിയുന്നു. പക്ഷേ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ അവർ തെളിവ് കൊണ്ടുവരും എന്ന് പുറത്തു പറഞ്ഞിരുന്നു. ചില കവറുകളൊക്കെ സോളാർ കമ്മീഷന് മുൻപാകെ കൊടുത്തിട്ടുമുണ്ട്. അതിൻ്റെ ഉള്ളടക്കം പിന്നീട് പുറത്തു വന്നതുമാണ്. മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള യാതൊരു തെളിവും കൈമാറാൻ സരിത എസ് നായർക്ക് കഴിഞ്ഞിട്ടില്ല. അവർ ഉണ്ട് എന്ന് പറയുന്ന ഒരു തെളിവും പൊതുജന സമക്ഷം വന്നിട്ടില്ല, സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ മുൻപാകെ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അവർ ആ 4 ദിവസത്തെ ആവേശം കഴിഞ്ഞ് ജുഡീഷ്യൽ കമ്മീഷനുമായുള്ള സഹകരണം അവസാനിപ്പിക്കുന്നു. ക്രോസ് വിസ്താരം കഴിഞ്ഞ് പിന്നീട് അവർക്ക് ഹാജരാകാൻ സാധിക്കുന്നില്ല. ഒടുവിൽ സരിതയുടെ വിസ്താരം മതി എന്ന് കമ്മീഷൻ തീരുമാനിക്കുന്നു. ഇങ്ങനെ പറഞ്ഞതിൽ നിന്ന് 2 ചുവട് പിന്നോക്കം മാറുന്ന സ്വഭാവമാണ് എല്ലാ കാലത്തും ഈ ആരോപണകർത്താവ് സ്വീകരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് എന്തെങ്കിലുമൊക്കെ നിലപാട് സ്വീകരിച്ചാൽ അത് തിരിച്ചടിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഒന്ന്, ഞാൻ അവരുടെ വക്താവല്ല. അവർ പറയുന്നതിനെ കുറിച്ച് പറയാനും സാക്ഷ്യപ്പെടുത്താനും ഞാൻ ആളല്ല. പക്ഷേ ഇത്ര ഗുരുതരമായിട്ടുള്ള ആരോപണം രേഖാമൂലം വരുമ്പോൾ അവർ പറയുന്നു അവർ സ്വന്തമായിട്ട് എഴുതിയ, പെരുമ്പാവൂരിൽ പോലീസ് കസ്റ്റഡിയിലിരിക്കുമ്പോൾ എഴുതിയ കത്താണ്, എൻ്റെ തന്നെ കയ്യക്ഷരമാണ് എന്ന് പറയുന്നു. അതെല്ലാം ശാസ്ത്രീയമായിട്ട് തെളിയിക്കാനെന്ന് സംവിധാനമുണ്ടല്ലോ അഭിലാഷ്. കയ്യക്ഷരം പരിശോധിച്ച് ഉറപ്പുവരുത്താനുള്ള ശാസ്ത്രീയ സംവിധാനമുണ്ട്, അന്വേഷണ സംവിധാനമുണ്ട്. അപ്പോൾ അതെല്ലാം നിലനിൽക്കെ അവർ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്ത് ഏറ്റെടുക്കുന്നു. ഇന്ന് വരെ ഇല്ലാത്ത തരത്തിൽ അവർ പറയുന്നു ആ കത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. അങ്ങനെ വന്നാൽ എന്താണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? എന്താണ് ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടത്? ഇവർക്കെതിരായിട്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കണ്ടേ? നമ്മുടെ മുഖ്യമന്ത്രിയെ പോലൊരാളെ ഇങ്ങനെ അപമാനിക്കാമോ? അപ്പോൾ നിയമ നടപടികൾ സ്വീകരിക്കണം. നമ്മളൊക്കെയാണെങ്കിൽ സാധാരണ എന്താണ് ചെയ്യുക ഇത്തരമൊരു ഗുരുതരമായിട്ടുള്ള ആക്ഷേപം വന്നാൽ? അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ദുർബലമായ നിഷേധത്തിൽ ഒതുക്കുന്നത്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഈ വളരെ ജീർണിച്ച ഈ കേസിൻ്റെ അല്ലെങ്കിൽ ഈ ഇടപാടുകളുടെ കഥ കേരളം എത്രയോ ചർച്ച ചെയ്തതാണ്. അതിൽ ഏതെല്ലാം തരത്തിലുള്ള അധികാര ദുർവിനിയോഗം ഉണ്ടായിട്ടുണ്ട്, ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നെല്ലാം തെളിയിക്കുന്ന രേഖകൾ ധാരാളം വന്നതാണ്. ടെലിഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്നിട്ടുള്ളതാണ്. എങ്ങനെയെല്ലാം സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പണം കൊടുത്തും പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും എല്ലാം സ്വാധീനിക്കാൻ ഈ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളുകൾ ശ്രമിക്കുന്നതിൻ്റെ തെളിവുകൾ, അവർക്ക് പോലും നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ബന്ധിപ്പിച്ച് ശ്രീ CR നീലകണ്ഠൻ, മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇവിടെ നമുക്കറിയാം സ്വന്തം ഗ്രൂപ്പിലുള്ള സ്വന്തം അനുയായികളായ ആളുകളെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി വലിയ ശ്രദ്ധ കാണിച്ചു എന്നുള്ളതിനപ്പുറത്ത് സ്വന്തം ഗ്രൂപ്പുകാരനല്ലാത്ത റവന്യൂ മന്ത്രിയെ സംരക്ഷിക്കാനും മുഖ്യമന്ത്രി കടുകിട വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തു. ഏറ്റവും ഒടുവിൽ അടൂർ പ്രകാശിനെ മാത്രം മാറ്റിക്കൊണ്ടൊരു ഒത്തുതീർപ്പ് എന്ന ഫോർമുലയും ഉമ്മൻചാണ്ടി നിഷ്കരുണം നിരാകരിക്കുകയാണ് ഉണ്ടായത്. നമ്മൾ അതിനോട് ചേർത്ത് വായിക്കേണ്ടത് അടൂർ പ്രകാശിൻ്റെ ഇന്നലത്തെ ബൈറ്റാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ മുഖ്യമന്ത്രി അറിയാതെ യാതൊരു കാര്യവും ചെയ്തിട്ടില്ല, എന്നെ മുഖ്യമന്ത്രിക്ക് അറിയാം, ഞാൻ ചെയ്തത് എന്താണ് എന്നും മുഖ്യമന്ത്രിക്ക് അറിയാം. അങ്ങനെ അടൂർ പ്രകാശിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയും ഉമ്മൻചാണ്ടി അതേതറ്റം വരെ പോയിട്ടാണെങ്കിലും നിറവേറ്റിയെടുക്കുകയാണ്. ഇതിനെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കാമോ? തീർച്ചയായിട്ടും. അല്ല, ഇതില് അദ്ദേഹം അടൂർ പ്രകാശ് അത് മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞു. വ്യവസായ വകുപ്പാണ് ഇതിനുള്ള രേഖകൾ മുഴുവൻ കൊണ്ടുവന്നത്, ഭൂമി ആയതുകൊണ്ട് റവന്യൂ വകുപ്പിലേക്ക് വന്നു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കുണ്ട്, വ്യവസായ മന്ത്രിക്കുണ്ട്, അവരൊക്കെ അറിഞ്ഞിട്ട് ചെയ്ത കൂട്ടുകച്ചവടമാണ് എന്നാണ് അർത്ഥം. ഇത് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വത്തിന്റെ ഒരു പ്രശ്നം നിയമപരമായി തന്നെയുണ്ട്. നമ്മളിതിനെ കേവലം ഗ്രൂപ്പെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇതിനെ കാണേണ്ട കാര്യമില്ല. ഏത് അഴിമതി ചെയ്താലും
ഞാൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന് തന്റെ സഹപ്രവർത്തകർക്ക് ഉറപ്പ് കൊടുത്തൊരു മുഖ്യമന്ത്രിയാണ്. മറുവശത്ത് നേരത്തെ ബിന്ദുകൃഷ്ണ പറഞ്ഞൊരു അഭിപ്രായത്തോട് എനിക്കൊരു വിയോജിപ്പുള്ളത്, ഒന്ന്, ജനകീയ കോടതി എന്ന് പറയുന്നത് ഒരു വലിയ അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഇപ്പൊ ഞാൻ പറയുന്നത്, ഒരു മണ്ഡലത്തിൽ ഒരാൾ ജയിച്ചു പോയാൽ പിന്നെ അയാൾക്ക് അഴിമതി ആരോപണം തെറ്റാണെന്നാണോ പറയുക? 5 വോട്ട് കൂടുതലുണ്ടായി, അല്ലെങ്കിൽ 50 വോട്ട് കൂടുതലുണ്ടായി, ഇനി 5000 വോട്ട് കൂടുതലുണ്ടായി, എന്നാൽ പോലും അയാൾ ചെയ്ത തെറ്റല്ലാതാവുമോ? അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം, ഞാൻ പറഞ്ഞത് തെളിയിക്കപ്പെട്ട കേസാവണമെന്നില്ല. കാരണം ജനങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പോലും മാറ്റി നിർത്തണം. KPCC പ്രസിഡന്റിന് സംശയമുണ്ടെങ്കിൽ തീർച്ചയായും മാറ്റി നിർത്തണം. മൂന്നാമത്തെ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നുമ്പോൾ സരിതയുടെ വിഷയവും അതുപോലെയുള്ള വിഷയമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ബിന്ദുകൃഷ്ണനോടും നേരത്തെ ചോദിച്ചു, സജീവൻ ചോദിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഒരു സ്ത്രീ, സരിത ഇപ്പൊ പറഞ്ഞല്ലത്, സരിത 2013 എഴുതിയ കത്താണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് എഴുതി കൊടുത്തൊരു കത്തല്ല, RT അനുസരിച്ച് ഒരാൾ എടുത്തൊരു കത്താണ്. അന്ന് എഴുതി കൊടുത്ത കത്ത് അത് സരിതയുടെ കത്ത് തന്നെയാണെന്ന് ആവർത്തിക്കുമ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി സരിത എഴുതിയൊരു കത്താണ് നമ്മൾ കാണണ്ട, അന്ന് എഴുതി കൊടുത്ത കത്താണ്. ആ കത്ത് ഒരുപക്ഷെ ഇപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ പലപ്പോഴും അവര് പോലീസിൽ ആദ്യം പിടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കേസിൽ ചെന്നാൽ ഞാൻ അപമാനിക്കപ്പെട്ടു എന്നൊന്നും പറയില്ല, പല കാരണങ്ങൾ കൊണ്ട്. അതുകൊണ്ട് എപ്പോൾ പറഞ്ഞാലും അത് നിയമപരമായി ബാധ്യതയുള്ളതാണ്, സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത് മുഖ്യമന്ത്രിയുടെ ഒരു പൊതു നിലപാടാണ്. അദ്ദേഹം കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതിനൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ പല തെളിവുകൾ ഉണ്ടാവാം. പക്ഷേ കുറ്റം ചെയ്താലും ഒരു പ്രശ്നവുമില്ല, ഞാൻ അവരെ സംരക്ഷിക്കും എന്ന് മുഖ്യമന്ത്രി പറയുന്നു. മുഖ്യമന്ത്രിക്ക് ഈ കുറ്റങ്ങൾ അറിയാമെന്ന് റവന്യൂ മന്ത്രി പറയുന്നു. റവന്യൂ മന്ത്രിക്കും വ്യവസായ മന്ത്രിക്കും അറിയാമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇത് വളരെ നീണ്ട ചെങ്ങലയാണ് അഭിലാഷേ. ഇതെന്ന് ഊരാ കുടുക്കാണ്. എവിടെയെങ്കിലും മുഖ്യമന്ത്രി മാറ്റി പറഞ്ഞാൽ മുഖ്യമന്ത്രി അങ്ങേയറ്റം കുളത്തിലിറങ്ങി പോകും എന്നതുകൊണ്ട് എല്ലാവരെയും സംരക്ഷിക്കും. എന്നിട്ട് പിന്നെ ജനകീയ കോടതി എന്നൊക്കെ പറയുന്നത് ഈ ആരോടാണ് ഇതൊക്കെ പറയുന്നത്? ഇപ്പൊ ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയ ആൾ നാളെ ഒന്നും മാറ്റി നിർത്താൻ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് സാധിക്കാത്തതാണോ? അവരുടെ ജനബന്ധം കൊണ്ട് മാറ്റി നിർത്തുന്നതിലെ ബുദ്ധിമുട്ടല്ല ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അങ്ങാനും മാറ്റി നിർത്തി പോയാൽ അവർക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാകും, അത് വലിയ തോതിൽ ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഇവരെ സംരക്ഷിച്ചേ മതിയാകൂ എന്ന ബാധ്യത ഉള്ളതുകൊണ്ടാണോ? ബിന്ദുകൃഷ്ണ, അത്തരത്തിൽ യാതൊരു ആശങ്കയുമില്ല. ശ്രീ അടൂർ പ്രകാശ് താൻ മുഖ്യമന്ത്രി അറിഞ്ഞാണ് കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് കുറ്റം ചെയ്തു എന്നോ അഴിമതി കാണിച്ചു എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഉത്തമ വിശ്വാസത്തോടുകൂടി താൻ ചെയ്ത മന്ത്രി എന്ന നിലയിൽ നിർവഹിച്ച ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് വിശദീകരിക്കാൻ ശ്രമിച്ചത്. അതിനെ കുറ്റം സമ്മതമായി കാണുന്നത് ഒരുപക്ഷെ അത്തരം വീക്ഷണം വെച്ച് പുലർത്തുന്നത് കൊണ്ടാകാം. അത് ഓരോരുത്തർക്കും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ, വിശകലനങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അതിനെ മാനിക്കുന്നു. മറ്റൊരു കാര്യം സൂചിപ്പിക്കട്ടെ, സരിതയുടെ കത്ത് വളരെ നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നാം ഓർക്കേണ്ട കാര്യമുണ്ട്. ഇന്നാണല്ലോ ഇത്തരത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇത്തരത്തിലുള്ള ഒരു ആരോപണം, ഈ പറയുന്ന രീതിയിലുള്ള വലിയ ആരോപണം അടങ്ങുന്ന കത്ത് പുറത്തു വരുന്നത്. 2013 എഴുതിയതാണെങ്കിലും ഇന്നാണ് നാട്ടിലുള്ള ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് മാധ്യമങ്ങൾ ഇത് കൊണ്ടുവരുന്നത്. നാളിത്രയായി സാധാരണ ഒരു കേസിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായി അപമാന ഭയം കൊണ്ടൊരു സ്ത്രീ പുറത്ത് പറഞ്ഞില്ല എങ്കിൽ അവർക്ക് അതിനു മുമ്പ് പറയുവാൻ അവസരം കിട്ടിയിട്ടുണ്ടായില്ല. കേരളത്തിലെ ഏതൊരു പൊതുപ്രവർത്തകയോ ആയിക്കൊള്ളട്ടെ, അവരെ വെല്ലുന്ന വാക് സാമർഥ്യവുമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വനിതയ്ക്ക് കമ്മീഷന് മുന്നിൽ കമ്മീഷന്റെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് അഭിപ്രായം പറയുവാൻ ആർജവമുള്ള ഒരു വനിതയ്ക്ക് നിയമത്തിന്റെ മുന്നിൽ ഒരു ഭയവുമില്ലാതെ തന്റെ ഇടത്തോടെ താൻ അപ്പോൾ പറയുന്നത് മാറ്റി പറയാൻ പോലും മടിയില്ലാത്ത ഒരു വനിതയ്ക്ക് ഈ കാലഘട്ടത്തിനിടയ്ക്ക് ഈ വർഷങ്ങൾക്കിടയ്ക്ക് ഇത് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഏത് ജനം, അരിയാഹാരം കഴിക്കുന്നവർ ആരെങ്കിലും വിശ്വസിക്കും? ശരി, അതാണ് കോൺഗ്രസിന്റെ പ്രതിരോധം. സജീവൻ, ആരോപണ വിധേയരായവരെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് VM സുധീരൻ ആരംഭിച്ച ഈ പോരാട്ടത്തിന്റെ ആത്യന്തികമായ ഫലം എന്താണ്? ഒന്ന്, തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടാവുകയാണെങ്കിൽ VM സുധീരന് പറയാം, ഞാൻ ചൂണ്ടിക്കാണിച്ച ആളുകളെ മാറ്റിയിരുന്നുവെങ്കിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമായിരുന്നു എന്ന്. അതല്ലെങ്കിൽ ഈ ഗ്രൂപ്പുകൾക്ക് പറയാം, വിജയസാധ്യതയെ അട്ടിമറിച്ചത് VM സുധീരൻ അനവസരത്തിൽ എടുത്ത നിലപാടാണ് എന്ന്.
അതേസമയം തന്നെ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് VM സുധീരനൊപ്പം നിൽക്കാനുള്ള സാധ്യതയുമുണ്ട്. താങ്കൾ ഒരു പ്രവചനത്തിന് തയ്യാറാണോ? VM സുധീരന്റെ ഈ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാവി എന്തായിരിക്കും? തീർച്ചയായിട്ടും ഒരു പ്രവചനം പറയാവുന്നൊരവസ്ഥ തന്നെയാണിത്. കാരണം ഈ ഒരു അവസ്ഥയിൽ UDFന് കിട്ടുമായിരുന്ന ഒരു സാധ്യത, ഒരു മേൽക്കൈ എന്ന് പോലും പറയാവുന്ന തരത്തിൽ ഭരണ തുടർച്ച അതില്ലാതാക്കുന്ന തീരുമാനമാണ് ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. KPCCയുടെ അധ്യക്ഷൻ, അതായത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ മുഴുവൻ നേതാവായിട്ടുള്ള ആൾ, ഇവിടുത്തെ പാർട്ടിയുടെ മുഴുവൻ അധിപനായിട്ടുള്ള ഒരാളാണ് പറയുന്നത് ഇവിടെ പല ആളുകളും 14 പേരെങ്കിലും ചുരുക്കത്തിൽ ആ ആളുകളെ മാറ്റിയില്ലെങ്കിൽ അവർ കളങ്കിതരാണ്, അവർ ആരോപണ വിധേയരാണ്, അവരെ മാറ്റിയില്ലെങ്കിൽ പാർട്ടി ഇവിടെ രക്ഷപ്പെടില്ല എന്ന്, അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിലെങ്കിലും ജയിക്കില്ല എന്ന്. അതിനെ പൂർണ്ണമായിട്ട് അട്ടിമറിച്ചതിനെ ഒരുപക്ഷെ ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് സുധീരൻ പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് സമ്മതിക്കാം. സുധീരൻ ഇപ്പോഴും പറയുന്നു നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപടി നിൽക്കുന്നു, എൻ്റെ അഭിപ്രായത്തിൽ മാറ്റമില്ല എന്ന് സുധീരൻ പറയുമ്പോൾ സുധീരൻ ഇപ്പോഴും ഈ 4 മണ്ഡലങ്ങളിലുള്ള ആളുകളെങ്കിലും കളങ്കിതരാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇപ്പോൾ രാജേഷിനൊക്കെ വളരെ സന്തോഷമായിരിക്കും. കാരണം അവർ പ്രതീക്ഷിച്ചതാണ്, കളങ്കിതരായ ആളുകളെ വെച്ചുകൊണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പിനെ UDF നേരിടുന്നു, തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത് ഇതേ രീതിയിലാണ്. KPCC പ്രസിഡന്റ് പോലും ഇങ്ങനെ പറഞ്ഞിട്ടും ആ കളങ്കിതരാണ് മത്സരിക്കുന്നത് പറയാൻ, ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ അവർക്ക് അവസരം കിട്ടുകയാണ്. നേരത്തെ തന്നെ സ്വരാജ്, ബാബുവിനെതിരെ മത്സരിക്കുന്ന സ്വരാജ് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, എനിക്കിനൊന്നും പറയാൻ, എനിക്ക് പ്രചരണത്തിൻ്റെ ആവശ്യമേ ഇല്ല, എനിക്ക് വേണ്ട പ്രചരണം മുഴുവൻ KPCC പ്രസിഡന്റ് നടത്തിയിരിക്കുന്നു എന്ന്. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇതിവിടെ LDFന് അനുകൂലമായിട്ടൊരു വിധിയെഴുത്തിലേക്കാണ്. കോൺഗ്രസിൽ ചില ആരോപണ വിധേയമായ സംഭവ വികാസങ്ങൾ ഉണ്ട് എങ്കിലും അതിനകത്ത് തന്നെ അതിനെ തിരുത്താൻ ഒരു പ്രതിപക്ഷമുണ്ട് എന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടാകില്ലേ? സർക്കാരിന്റെ അവസാനത്തെ വിവാദമായ തീരുമാനങ്ങളെല്ലാം തിരുത്തേണ്ടി വന്നത് ആ തരത്തിൽ ശക്തമായ ഒരു പ്രതിപക്ഷം ആ പാർട്ടിക്കകത്ത് ഉണ്ടായതുകൊണ്ടാണല്ലോ. അതുകൊണ്ട് സുധീരന്റെ ഈ പോരാട്ടത്തിന് ഒരു ആദർശാത്മകത കൈവരികയും ജനങ്ങൾക്കതിൽ വിശ്വാസം വരികയും ചെയ്യില്ലേ? ശ്രീ സജീവൻ പറഞ്ഞത് അല്പം കാര്യമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ സന്തോഷത്തിലാണ്, ഞങ്ങളെല്ലാവരും സന്തോഷത്തിലാണ്. കാരണം എന്താണ് കോൺഗ്രസ് എന്ന് ഒരിക്കൽ കൂടി ജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് കോൺഗ്രസ് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും അത് ഞങ്ങളെന്തിനാണ് അതിൽ സന്തോഷിക്കാതിരിക്കുന്നത്, എന്തിനാണ്? അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ട്. പിന്നെ സുധീരൻ്റെ എന്തോ പോരാട്ടം എന്നൊക്കെ പറഞ്ഞു. ഇനി ദയവ് ചെയ്ത് ആ വാക്ക് ഉപയോഗിക്കരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സുധീരൻ നടത്തിയ നാടകം എന്ന് വേണം വിശേഷിപ്പിക്കാൻ. നാടകത്തിൻ്റെ കാര്യത്തിൽ ഗുരുവായ സുധീരനാണോ ശിഷ്യനായിട്ടുള്ള പ്രതാപനാണോ മികച്ചു നിൽക്കുന്നത് എന്ന്, വേഴ്സ്റ്റ് ആക്ടർ ആരാണ് എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. അങ്ങനെയുണ്ടല്ലോ, ഈ നമ്മുടെ ഓസ്കാർ അവാർഡ് കൊടുക്കുമ്പോൾ വേഴ്സ്റ്റ് ആക്ടർക്ക് അവാർഡ് കൊടുക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതുപോലെ വേഴ്സ്റ്റ് ആക്ടർ ആരാണ് എന്ന കാര്യത്തിൽ മാത്രമേ സംശയം അവശേഷിക്കുന്നുള്ളൂ. ഈ അവസാനത്തെ സർക്കാരിൻ്റെ വിവാദ തീരുമാനങ്ങൾ തിരുത്തേണ്ടി വന്നത് സുധീരൻ്റെ ഇടപെടൽ കൊണ്ടാണെന്ന് ഒക്കെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. അത് ജനങ്ങളുടെ മുമ്പിൽ കയ്യോടെ പിടിക്കപ്പെട്ടത് കൊണ്ടാണ്, അതെല്ലാം പുറത്തു വന്നതുകൊണ്ടാണ്, മാധ്യമങ്ങൾ വഴി അത് പുറത്തു വന്നതുകൊണ്ട് മറ്റ് ആര് വിചാരിച്ചിരുന്നില്ലെങ്കിലും അത് തിരുത്തേണ്ടി വരുമായിരുന്നു എന്നതാണ് വസ്തുത. അപ്പോൾ അതല്ലാതെ അതിൻ്റെ ക്രെഡിറ്റ് സുധീരന് ചാർത്തി കൊടുക്കരുത്. സുധീരന് ക്രെഡിറ്റ് കിട്ടുമായിരുന്നു. അദ്ദേഹം പറഞ്ഞിടത്ത് നിന്നിരുന്നെങ്കിൽ, ഹൈക്കമാൻഡിനെ കുറിച്ച് കൊണ്ട് താൻ പറഞ്ഞ ചില കാര്യങ്ങളെങ്കിലും അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, താൻ പറഞ്ഞ ഒരു കാര്യവും അംഗീകരിപ്പിക്കാൻ കഴിയാതെ സുധീരൻ തിരിച്ചു വന്നിരിക്കുന്നു. ഒരു കൂസലുമില്ലാതെ അല്ലെങ്കിൽ ഒരു ലജ്ജയുമില്ലാതെ അദ്ദേഹം KPCC പ്രസിഡന്റിന്റെ സ്ഥാനത്ത് തുടരുന്നു. ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും ആജ്ഞാനുവർത്തിയായി എനിക്ക് ഖേദമുണ്ട്. തൃപ്പൂണിത്തുറയിലുമൊക്കെ പ്രചാരണത്തിന് പോകാൻ സാധിക്കുക, അതിനേക്കാൾ നല്ലത് അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നതല്ലേ? അങ്ങനെയൊക്കെ ബാലിശമായി ഇത്തരം കാര്യങ്ങളെ സമീപിക്കേണ്ട കാര്യമില്ല. എന്തെന്നാൽ എല്ലാ കാലത്തും കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ഒക്കെ തന്നെ പ്രശ്നാധിഷ്ഠിതമാണ്, അല്ലാതെ വ്യക്തിപരമായിട്ടല്ല. ഇന്നലെ തന്നെ KPCC അധ്യക്ഷൻ വളരെ വ്യക്തമായി ആ കാര്യം വിശദീകരിക്കുകയുണ്ടായി. അല്ല, അപ്പോൾ കോന്നിയിൽ പ്രചാരണത്തിന് പോകും VM സുധീരൻ, KPCC പ്രസിഡന്റ്? അല്ല, അത് അത്തരം പ്രചരണ കാര്യങ്ങളൊക്കെ KPCC അല്ലേ പിന്നീടല്ലേ തീരുമാനിക്കുക. ഇന്ന് ഈ നിമിഷം അത് തീരുമാനിക്കല. എന്തായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി AICCയുടെ പ്രസിഡന്റ് ആദരണീയായ ശ്രീമതി സോണിയാഗാന്ധി അംഗീകരിച്ച് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികളെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും
അംഗീകരിക്കുകയാണ് ഉണ്ടാകുന്നത്. അഭിപ്രായ വ്യത്യാസം ഉയർത്തി എന്നതിന്റെ പേരിൽ ആ അഭിപ്രായ വ്യത്യാസം പ്രശ്നാധിഷ്ഠിതമാണ്, അല്ലാതെ വ്യക്തിപരമല്ല. അല്ല, ആ പ്രശ്നാധിഷ്ഠിതം എന്ന് പറയുമ്പോൾ ആ പ്രശ്നം അവിടെ നിൽക്കുകയല്ലേ ശ്രീമതി ബിന്ദു കൃഷ്ണ? ആ പ്രശ്നം എന്തായിരുന്നു? അഴിമതിയായിരുന്നു ആ പ്രശ്നം. അപ്പോൾ ആ പ്രശ്നം അവിടെ നിൽക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവർക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യണമെന്ന് VM സുധീരന് പറയാൻ പറ്റുക? അഴിമതി എന്ന് സ്ഥാപിക്കുകയല്ലോ, മറിച്ച് ആരോപണം ഉണ്ടായി എന്നല്ലേ പറഞ്ഞോളൂ. ആരോപണം ഉണ്ടായ സാഹചര്യത്തിൽ മാറി നിൽക്കേണ്ടതല്ലേ എന്ന ഒരു അഭിപ്രായവും, അതല്ല ഒരു കോടതി പോലും അംഗീകരിക്കാത്ത ആരോപണത്തെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ജനങ്ങൾ നൽകുന്ന ജനവിധിയെ അസ്ഥിരപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ള മറ്റു വാദവും. ശരി, അങ്ങനെയാണ് അതിനെ കോൺഗ്രസ് വിശദീകരിക്കാൻ ശ്രമിക്കുക. വളരെ നന്ദി ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ MP രാജേഷ്, ശ്രീ CR നീലകണ്ഠൻ, ശ്രീ A സജീവൻ, ശ്രീ PA സലീം സംസാരിച്ചതിന്.